രാജഗോപാൽ, ഇവിടെ ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്ക് ആയുധമാകുന്നു എന്നൊരു ചർച്ചയ്ക്കപ്പുറം കേരളത്തിലേക്ക് വന്നാൽ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്, നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലോ, ഇവിടെ BJPക്കെതിരെ പൊതുസ്ഥാനാർത്ഥി നിർത്തിക്കൂടെ എന്ന് നിങ്ങളുടെ ഒരു നറേറ്റീവ് പൊളിക്കുന്നതല്ലേ? ഇവിടെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നേർക്കുനേർ പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ BJPയെ എതിർക്കുന്നതിൽ കൂടുതൽ ക്രെഡൻഷ്യൽ, കൂടുതൽ ഇൻറ്റഗ്രിറ്റി ആർക്കാണ് എന്ന ചർച്ചയാണ് ഇവിടെ സംവാദമായി നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചയിൽപ്പെട്ട് LDF UDF എന്ന പോര് കനക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷ സുരേഷ് ഗോപി അടക്കം, രാജീവ് ചന്ദ്രശേഖർ അടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണ് ഈ 400 സീറ്റ് മുകളിൽ കേരളത്തിൽ 10 സീറ്റ് എന്ന കണക്കൊന്നും ഞാൻ അവിടെ വായിച്ചിരുന്നു, എങ്ങനെയാണെന്നറിയില്ല. നിങ്ങൾ രാഷ്ട്രീയ അപ്രസക്തി നേരിടുന്നു യുവരാജ് ഗോകുൽ കേരളത്തിൽ. അല്ല ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം താങ്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, താങ്കൾ വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു ബഹളത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ താങ്കൾ ഏകപക്ഷീയമായിട്ട് ഈ ചർച്ച ഒരു വശത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. താങ്കൾ തുടങ്ങുന്ന നേരം മുതൽ BJPയുടെ വാക്കുകൾ, അമിത്ഷാ പറഞ്ഞ വാക്കുകൾ, BJPയുടെ സൈബർ ഹാൻഡിലുകൾ, താങ്കൾ 2007 അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുജറാത്തിൽ മൗത്ത് കി സൗദാഗർ എന്ന് നരേന്ദ്രമോദിജിയെ സോണിയാഗാന്ധി നേരിട്ട് പോയി വിളിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? താങ്കൾ മട്ടൻ കഴിച്ചതിൻ്റെയും മീൻ കഴിച്ചതിൻ്റെയും കാര്യം പറയുന്നുണ്ട്. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഒരു പീസ് കൂടിന് 80,000 രൂപയാണ് അവിടെ കൂണാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാത്രത്തിനകത്തേക്ക് ഇവർ തലയിട്ട് നോക്കിക്കൊണ്ടിരുന്ന പ്രചരണം താങ്കൾ കണ്ടില്ലേ? നരേന്ദ്രമോദിജിയുടെ പിറന്നാളിന് മുട്ടയുള്ള കേക്കാണോ മുട്ട ഇല്ലാത്ത കേക്കാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോയ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമ്മുടെ നാട്ടിലുണ്ട്. പേര് രാജ്ദീപ് സർദേശായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കേക്ക് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് പോകുന്നത് താങ്കൾ കണ്ടില്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്തർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത് BJP വിളിച്ച പേരാണ് പിണറായി വിജയൻ ഏറ്റു വിളിച്ചതെന്ന്? പിണറായി വിജയൻ ഒരു പേരും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് മുമ്പ് ഒരു പേരുണ്ടായിരുന്നു, ആ പേര് പോയിട്ടില്ല എന്ന് മാത്രം. ഹാഷ്മി, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ലല്ല, ഞാൻ ഈ പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2011 അസംബ്ലി ഇലക്ഷനിൽ, കേരളത്തിൽ അസംബ്ലി ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വരികയും 93 വയസ്സായ ഒരാളാണ് CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുകയും ചെയ്തപ്പോൾ അന്ന് VS അച്യുതാനന്ദൻ തിരിച്ചു വിളിച്ച പേരാണ് അമുൽ ബേബി. 2011 ഏപ്രിൽ 15 അമുൽ കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. VS അച്യുതാനന്ദനെയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഇരുത്തിക്കൊണ്ട് ദേ ആർ അമുൽ ബേബീസ് എന്നും പറഞ്ഞുകൊണ്ട് അമുൽ കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. 2011 നിങ്ങൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി, അമിത്ഷാ ഒന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് പോലും ഇല്ലാന്നേ. പിണറായി വിജയൻ വിളിച്ച പേര് അതായിക്കൂടെ? പിണറായി വിജയൻ ഓർമ്മിപ്പിച്ച പേര് അതായിക്കൂടെ? ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് BJPയുടെ തലയിലേക്ക് വെച്ചിട്ട് കേട്ടില്ല. അങ്ങ് BJPയുടെ പ്രതിനിധിയാണ്. അതെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്രതിനിധി ആയതുകൊണ്ടാണ് പറയുന്നത്. പ്രതിനിധി ആയതുകൊണ്ടാണ് പറയുന്നത്. താങ്കള് തുടങ്ങുന്ന നേരം മുതൽ BJP എന്തോ അധമരാഷ്ട്രീയം ചെയ്യുന്നുണ്ട്, ആ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് എന്തോ പേരിട്ടിട്ടുണ്ട്, ആ പേരിനെ പിണറായി വിജയൻ വിളിക്കുന്നത് ശരിയാണോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. ഞങ്ങളൊന്നും അല്ല, നരേന്ദ്രമോദിക്ക് സോണിയാഗാന്ധി പേരിട്ട് തരുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഇവിടെ വന്ന് ചായ വിൽക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അധമരാഷ്ട്രീയം തുടങ്ങി വെച്ചതാരാണ്? കോൺഗ്രസ് ആണ്. ആ അധമരാഷ്ട്രീയം തുടങ്ങി വെച്ചതാരാണ്? അമുൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച CPM ആണ്. താങ്കൾക്ക് ആരെങ്കിലും ചാരണമെന്നുണ്ടെങ്കിൽ താങ്കൾ ദേവീത് അവിടെ ചാരി സംസാരിക്കുക. സംസാരിക്കരുതെന്ന് മാത്രം ഞാൻ അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അമുൽ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന അധമരാഷ്ട്രീയമാണെങ്കിൽ പപ്പു എന്ന് വിളിക്കുന്ന അധമരാഷ്ട്രീയമാണോ യുവരാജ്? മൗത്ത് കി സൗദാഗർ എന്ന് വിളിക്കുന്നത് അധമരാഷ്ട്രീയമാകുമെങ്കിൽ പപ്പു എന്ന് വിളിക്കുന്നത് നമുക്ക് അധമരാഷ്ട്രീയമാണെന്ന് സമ്മതിക്കാം. ഓക്കെ, അപ്പൊ അങ്ങയുടെ അമിത്ഷാ പറഞ്ഞത് അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അമിത്ഷാ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത് അധമരാഷ്ട്രീയ വാക്കുകൾ പറഞ്ഞതാണ്. അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് അല്ലല്ല, സോണിയാഗാന്ധി പറഞ്ഞ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്കുകൾ അധമരാഷ്ട്രീയമാണ്. കോൺഗ്രസിന്റെ IT ഹാൻഡിൽ കൈകാര്യം ചെയ്തിരുന്ന ദിവ്യ സ്പന്ദനെ പോലുള്ള ആൾക്കാർ നരേന്ദ്രമോദിയെ ഫെക്കൂന്ന് വിളിച്ചുകൊണ്ട് നടന്നത് അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു. എന്നുള്ള നിലയിൽ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാകാം. ഒരു രാഷ്ട്രീയത്തിൽ ഇരട്ട പേരുകൾ ഇട്ട് വിളിക്കുന്ന അത്ര നല്ല അമിത്ഷായെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത് അധമരാഷ്ട്രീയമാണ് യുവരാജ് ഗോകുൽ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ വാദം വിട്ടു. തരത്തിലുള്ള മടി ഞങ്ങളുടെ ഭാഗത്തൊന്നും ഓക്കെ, ഞാൻ തിരികെ